നമസ്കാരം. ആഗോള രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗ പലകയിൽ പാകിസ്ഥാൻ ഇന്നൊരു സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പാലസ്തീനോടും ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളോടുമുള്ള ഐക്യദാർഢ്യം പാകിസ്ഥാൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ശിലയാണെന്ന് അവർ അവകാശപ്പെടുമ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാജ്യം നേരിടുന്ന സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങൾ അവരെ തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് നയിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയിൽ പങ്കുചേരുവാനും അവിടെ സമാധാന സേനയെ വിന്യസിക്കുവാനുമുള്ള പാകിസ്ഥാൻ്റെ തീരുമാനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് അതീവ ശക്തമായ അധികാരം കൈയാളുന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം അയാളുടെ സൈനിക ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നായി മാറുകയാണ്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വീണ്ടെടുക്കലിനുമായി ട്രംപ് മുന്നോട്ട് വച്ച 20 ദിന പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സേനയെ വിന്യസിക്കുവാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാനും ഹമാസിനെ നിരായുധീകരിക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നത് തള്ളിക്കളയാനാവില്ല. പാകിസ്ഥാൻ ഈ സേനയുടെ ഭാഗമാകുമ്പോൾ അത് നേരിട്ടോ അല്ലാതെയോ ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തുല്യമായി മാറും. ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് തങ്ങളുടെ ജോലിയല്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും ഒരു അമേരിക്കൻ ജനറലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സേനയിൽ പാകിസ്ഥാന് എത്രത്തോളം സ്വതന്ത്രമായ നിലപാടെടുക്കുവാൻ കഴിയും എന്നത് സംശയകരമാണ്. ആഭ്യന്തരമായി പാകിസ്ഥാനിൽ ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നത് ഉറപ്പാണ്. ദശകങ്ങളായി ഇസ്രയേൽ വിരുദ്ധ വികാരം കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഗാസയിൽ സൈന്യത്തെ അയക്കുന്നത് ഒരു വഞ്ചനയായി അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ അനുയായികളും തീവ്ര ഇസ്ലാമിക സംഘടനകളും ഈ വിഷയത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കും. അസീം മുനീർ അമേരിക്കയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന പ്രചരണം രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾക്ക് പോലും വഴിമരുന്നിട്ടേക്കാം. എങ്കിലും രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാൻ അമേരിക്കയുടെയും IMFൻ്റെയും സഹായം പാകിസ്ഥാന് ഇന്ന് അത്യാവശ്യമാണ്. ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പലസ്തീൻ വിഷയത്തെ പാകിസ്ഥാൻ ബലി കഴിപ്പിക്കുകയാണ് എന്ന വിമർശനവും ശക്തമാവുകയാണ്. സൈനിക മേധാവി എന്നതിലുപരി പാകിസ്ഥാൻ്റെ സർവാധികാരിയായി മാറിയ അസീം മുനീറിന് ഇപ്പോൾ ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട്. 2030 വരെ കാലാവധി നീട്ടിക്കിട്ടിയ അയാൾ സൈന്യത്തിൻ്റെ 3 വിഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പദവി കൂടി അലങ്കരിക്കുകയാണ്. തൻ്റെ അധികാരം സംരക്ഷിക്കുവാനും അമേരിക്കയുടെ പ്രീതി പിടിച്ചുപറ്റുവാനും മുനീർ ഗാസ വിഷയത്തിൽ ട്രംപിനോടൊപ്പം നിൽക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് പാകിസ്ഥാൻ്റെ വിശ്വാസ്യതയെ മുസ്ലിം ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാക്കി മാറ്റും. സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി അസീം മുനീർ നടത്തിയ കൂടിക്കാഴ്ചകൾ ഇതിൻ്റെ ഭാഗമായുള്ള കൺസൾട്ടേഷനുകളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ഗാസ നിലപാട് വെറും രാഷ്ട്രീയ താൽപ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം സൗകര്യപ്രദമായ നയങ്ങൾ സ്വീകരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആഗോള പ്രതിച്ഛായയെ ബാധിക്കും. പലസ്തീൻ ജനതയുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം സൈനിക സാമ്പത്തിക സുരക്ഷയ്ക്കാണ് പാകിസ്ഥാൻ പ്രാധാന്യം നൽകുന്നത്. വരാനിരിക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിൽ അസീം മുനീർ എടുക്കുന്ന തീരുമാനങ്ങൾ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.